ഇറാനുമായി ഇപ്പോൾ നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കേണ്ടതില്ല. ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് പൂർണ്ണമായ, അതായത് സ്ഥിരമായ ഒരു സുരക്ഷ ഉറപ്പാകുന്നതുവരെ ഈ യുദ്ധം തുടരണം എന്നാണ് ചില ഗൾഫ് രാഷ്ട്രങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട്. UAE പ്രധാനമായും ഇങ്ങനെയുള്ള ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. സമാനമായ കാഴ്ചപ്പാട് തന്നെയാണ് സൗദി അറേബ്യയുടേതും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UAE-യും സൗദി അറേബ്യയും ഇറാനെതിരെ അമേരിക്കയോടും ഒപ്പം യുദ്ധത്തിനിറങ്ങും, അല്ലെങ്കിൽ അവർ പങ്കാളികളാവും എന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ ആ ഒരു നീക്കത്തെ തള്ളിപ്പറയുകയാണ്. അങ്ങനെ ഒരു നീക്കമില്ല എന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. കാരണം നേരിട്ട് ഇറാനോട് ഏറ്റുമുട്ടേണ്ട എന്ന നിലപാടിലാണ് ഗൾഫ് രാജ്യങ്ങൾ. അത് ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നതയ്ക്ക് കാരണമാകും. ഈ രണ്ട് റിപ്പോർട്ട് ശ്രദ്ധിച്ചല്ലോ. ഒന്ന് ത്വായിബ ചാനലിലെ മുസ്ലിയാരാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. രണ്ടാമത് 24 ചാനലിലെ ജെയിംസ് ആണ് മറ്റൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. തായിബ ചാനലിലെ ഉസ്താദ് പറയുന്നത് ഇറാനുമായി ഇപ്പോൾ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കേണ്ടതില്ല. ഗൾഫ് രാജ്യങ്ങൾക്ക് സ്ഥിരമായ സുരക്ഷ ഉണ്ടാകുന്നതുവരെ യുദ്ധം തുടരണമെന്ന് UAE-യും സൗദിയും പറഞ്ഞിരിക്കുന്നു. വ്യാജ റിപ്പോർട്ടാണ്. അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല. UAE അത് അറിഞ്ഞിട്ടില്ല, സൗദി അറേബ്യ അറിഞ്ഞിട്ടില്ല. അവർ രണ്ടു കൂട്ടരും അത് പറയുകയില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇയാൾ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് പലപ്പോഴും വെബ്സൈറ്റ് കയറിയിട്ട് ഏതെങ്കിലും വ്യക്തികൾ സ്വന്തമായ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ ആ രേഖപ്പെടുത്തുന്നതിൽ താല്പര്യം തോന്നുന്നത് അത് ഔദ്യോഗികമായ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയമാക്കിയിട്ട് മൂപ്പർ അവതരിപ്പിക്കും. ഇതാണ് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുക എന്ന് മാത്രം. എന്താണ് ഔദ്യോഗികമായ രീതിയിൽ അതിൻ്റെ 24 ചാനലിൽ ജെയിംസ് അത് മറുപടി പറയുന്നത് UAE-യും സൗദിയും ഇറാനെതിരെ യുദ്ധത്തിന് പങ്കാളിയാകുക എന്ന റിപ്പോർട്ട് വ്യാപകമായിട്ട് വരുന്നു. ഗൾഫ് രാജ്യങ്ങൾ അത് അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു നീക്കം നടക്കുന്നതായുള്ളത് വ്യാജമായിരിക്കുന്ന റിപ്പോർട്ടാണ്. ഔദ്യോഗികമായ രീതിയിൽ ഒരു സ്ഥിരീകരണമില്ല. നമ്മൾക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്ന സമയത്ത് ശ്രദ്ധയോടുകൂടി നോക്കിയാൽ അറിയാം, അറേബ്യൻ രാജ്യങ്ങൾ യുദ്ധവിരാമത്തിന് വേണ്ടി, പ്രശ്ന പരിഹാരത്തിന് വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുന്നു. സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി UAE-യും സൗദി അറേബ്യയും പാകിസ്ഥാനുമായി ചർച്ച നടത്തി എന്നുള്ളത് ഇന്നത്തെ ജസീറ റിപ്പോർട്ടാണ്. അപ്പോൾ ഈ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ നല്ല ബന്ധമുണ്ട്. പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ പാകിസ്ഥാനെ വല്ലാത്ത രീതിയിൽ പ്രകോപിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വലിയ ഇടപെടൽ നടത്തിയിട്ടോ ആണ് പാകിസ്ഥാൻ ഇതിൽ കക്ഷിയായി വരുന്നത്. ഇറാനുമായി സൗദി അറേബ്യയായിട്ടുള്ള നല്ല ബന്ധത്തിന് അടിസ്ഥാനത്തിൽ അവരുമായിട്ട് ചർച്ച നടത്തി. ഇപ്പോഴത്തെ യുദ്ധവിരാമം അല്ലെങ്കിൽ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രാധാന്യത്തോടു കൂടി ചർച്ച മേഖലയിൽ സജീവമായിരിക്കുന്നത് ഒന്ന് ഫ്രാൻസാണ്, രണ്ടാമത് തുർക്കിയാണ്, മൂന്നാമത് ഈജിപ്താണ്. UAE-യും സൗദി അറേബ്യയും ഇതിനോടൊപ്പം ചേരുകയും ചെയ്യുന്നു. എന്നിട്ട് ഒരു ചർച്ച വലിയ രീതിയിൽ വിപുലമായ രീതിയിൽ നടത്താച്ച യുദ്ധവിരാമം അതാണ് സംസാരിക്കുന്നത്. അല്ലാതെ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ സൗദി അറേബ്യയും ഇറാനും യുദ്ധം നിർത്തരുത്, യുദ്ധം തുടരണം, അവരുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറയും. എന്ത് മണ്ടത്തരമാണ്, എന്ത് വിഡ്ഢിത്തമാണ്. ഇറാൻ ആക്രമിക്കാതിരുന്നാൽ സുരക്ഷിതരാണ് എന്ന് പറയോ? അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിക്കരുതല്ലോ. ഇസ്രായേൽ ഇപ്പോൾ ഖത്തറിനെ ആക്രമിച്ചു, വലിയ നാശങ്ങൾ ഉണ്ടാക്കി, 7 പേരുടെ മരണമൊക്കെ റിപ്പോർട്ട് ചെയ്തു. ഇതിനാര് സംരക്ഷിക്കും? ഇത് ഇറാൻ അല്ലല്ലോ ചെയ്തത്. അപ്പോൾ ഇസ്രായേലിൽ നിന്ന് ഖത്തറിനെയോ അറബ് രാജ്യത്തെയോ സംരക്ഷിക്കാൻ പുതിയൊരു രാജ്യം ഇവിടെ വരേണ്ടി വരില്ല. അത് റഷ്യ, ചൈനയോ അങ്ങനെ വരണ്ടേ? അങ്ങനെ ആ സമയത്ത് ഓരോരോ രാജ്യത്തെ ആശ്രയിച്ചിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതി വരികയാണെങ്കിൽ, അപ്പോൾ ഇത്തരം മൗഢ്യമായിരിക്കുന്ന ഇപ്പോഴത്തെ നിലവിലെ വർത്തമാന സാഹചര്യത്തിന് യോജിക്കാത്ത തരത്തിൽ അഭിപ്രായങ്ങൾ പറയുക, അത്തരം വ്യാജമായിരിക്കുന്ന റിപ്പോർട്ട് ഉണ്ടാക്കിയതൊന്നും ശരിയല്ല. ആളുകൾ ഒരുപാട് കണ്ടെന്ന് വരും. ഇത്തരം ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്തതും ആരും പറയാത്തതും എവിടെയും ഇല്ലാത്തതുമായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വിടുന്ന സമയത്ത് ആളുകൾ കൂടുതൽ കാണും. നല്ല രീതിയിലുള്ള കമൻറ്റുകളും വരും. ഞാൻ ഈ പറയുന്നതിനൊക്കെ മോശപ്പെട്ട കമൻറ്റുകൾ വരും. കമൻറ്റ് നമ്മൾ അതൊരു അടിസ്ഥാനമായിരിക്കുന്ന കാര്യം, നിലപാടുകൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിയ വിഷയമാണ്. അപ്പോൾ ഈ മുസ്ലിംകാർ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം, ഇങ്ങനെ എല്ലാ കഥകൾ പ്രചരിപ്പിക്കരുത്. ലോകാടിസ്ഥാനത്തിൽ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യുദ്ധവിരാമത്തിന് വേണ്ടി ശ്രമിക്കുന്ന രാജ്യങ്ങളാണ് സൗദി അറേബ്യയും UAE-യും. ഇനി ഈ മേഖലയെ നമ്മൾ നോക്കാം. അറേബ്യൻ മേഖല, ഈ പറയപ്പെട്ട 6 രാജ്യങ്ങൾ, സൗദി അറേബ്യ, UAE, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഇതാണ് ഗൾഫിലെ പ്രധാനമായിരിക്കുന്ന 6 രാജ്യങ്ങൾ. ഈ 6 രാജ്യങ്ങൾ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യം സൗദി അറേബ്യയാണ്. അവരെടുത്ത് പരമാവധി യുദ്ധ സാമഗ്രികളും സംവിധാനവുമായിരിക്കുന്ന യുദ്ധ കപ്പലുകളും യുദ്ധവിമാനങ്ങളും പടക്കോപ്പുകളും സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ആക്രമണം സ്വന്തമായ രീതിയിൽ സൗദി അറേബ്യ ഇറാന് നേരെ നടത്താൻ സാധിക്കാത്തതാണ് എന്ന് ഈ ലോകം വിശ്വസിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇറാന് എത്ര പ്രാവശ്യം ഈ സൗദി അറേബ്യ ആക്രമിച്ചിട്ട് 200-ലധികം തവണയെങ്കിലും ആക്രമണം നടത്തിയിട്ട് വലിയ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അമേരിക്കയുടെ സൈനികർ കൊല്ലപ്പെട്ട റിപ്പോർട്ട് ആദ്യഘട്ടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഒരുപാട് പേർക്ക് പരിക്കേറ്റ് വിവരം പറഞ്ഞിട്ടുണ്ട്. തീപിടുത്തങ്ങൾ നടന്നിട്ടുണ്ട്, റിഫൈനറി ആക്രമിച്ചിട്ടുണ്ട്, ആരാംകോ ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് സൗദി അറേബ്യക്ക് നേരെയുണ്ട്. സൗദി അറേബ്യ മാത്രമാണോ? അല്ല, UAE ഉണ്ടായിട്ടുണ്ട്, ബഹ്റിനുണ്ടായിട്ടുണ്ട്, ഖത്തറിനുണ്ടായിട്ടുണ്ട്, കുവൈത്തിനുണ്ടായിട്ടുണ്ട്. ഈ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുകയും അതിർത്തി പങ്കിടുകയും ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് ഒമാൻ. ഒമാൻ്റെ കടൽ തീരത്തുള്ള കപ്പലിനെ പോലും ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അവരുടെ സമീപനം, നിലപാടും? തിരിച്ചടിക്കാൻ കഴിയാത്തവരാണ് അവർ? അല്ല, പക്ഷേ തിരിച്ചടിച്ചില്ല. അതിൻ്റെ കാര്യം എന്താ? ഇറാനുമായിട്ട് സമാധാന ശ്രമമാണ് വേണ്ടത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇറാൻ ആക്രമിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. കാര്യം എന്ന് വെച്ചാൽ അവരെ ആക്രമിച്ച് അവർ തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ഈ യുദ്ധം തുടങ്ങിയ ആരാണ്? അമേരിക്ക. കഴിഞ്ഞ പ്രാവശ്യം യുദ്ധം തുടങ്ങിയ ആരാണ്? ഇസ്രായേൽ. ഇറാനാണ് യുദ്ധം ചെയ്തത്? അല്ല. അവർക്ക് നാശങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇറാന് വലിയ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ആത്മീയ നേതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഒരുപാട് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 165ഓളം പിഞ്ചു കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തെ, സ്കൂളിനെ ആക്രമിച്ചിട്ടുണ്ട്. അത്രയും ആളുകൾ കൊല്ലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വൈകാരികമായ രീതിയിലുള്ള ഒരു പ്രതികരണത്തെ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കുക എന്ന് പറയുന്ന സമയത്ത്, മേഖല അശാന്തമാകുന്ന സമയത്ത് ലോകാടിസ്ഥാനത്തിൽ അത് സാമ്പത്തിക മേഖലയെ സാരമായിട്ട് ബാധിക്കും എന്ന് മനസ്സിലാക്കിയ അറേബ്യൻ രാജ്യങ്ങൾ ക്ഷമയോടെ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുകയും ഇറാന് തങ്ങളുടെ രാജ്യത്തേക്ക് ആക്രമിക്കുന്നതിനെ പ്രതിരോധിക്കുകയും ചെയ്യുകയാണ്. അവർ അന്തല്ലാത്തവരോ കഴിവില്ലാത്തവരോ സൈനിക ബലമില്ലാത്തവരോ ശക്തിയില്ലാത്തവരോ അല്ല. ക്ഷമയോടെ കൂടിയിട്ട് അവരതിനെ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത്. UAE പ്രതിരോധിച്ചിട്ടുണ്ട്, ബഹ്റിനിൽ അങ്ങനെ ഉണ്ട്, സൗദി അറേബ്യയിൽ അങ്ങനെ ഉണ്ട്, കുവൈത്തിൽ അങ്ങനെ ഉണ്ട്, ഒമാനിൽ അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഈ കുവൈത്തിലാണ് പത്തോളം അമേരിക്കൻ സൈനിക വിമാനം താഴെ വീണ് പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ നശിക്കുകയോ ചെയ്തായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അത് ഈ മെഷീനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്താ അതിൻ്റെ ഒരു കൃത്യമായിരിക്കും വിവരം പറഞ്ഞിട്ടില്ല. അവർ അന്വേഷിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് സാങ്കേതിക തകരാർ മൂലം അല്ലെങ്കിൽ മെഷീനുമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ഒടുവിലത്തെ റിപ്പോർട്ട് കാണുന്നത് കുവൈറ്റിൽ തന്നെ വെടിവെച്ച് താഴ്ത്തതാണെന്നാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ജനത ഉണ്ട്. ഈ പറയപ്പെട്ട രാജ്യങ്ങളിലൊക്കെ ഒരു വലിയ ജനസമൂഹം ജീവിക്കുന്നുണ്ട്. അവരുടെ വികാരങ്ങളും അവരുടെ ചിന്തകളും അവരുടെ നിലപാടും വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതും ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അവരുടെ നിലപാട്, കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരുടെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അഭിപ്രായത്തൊക്കെ മാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? ഇറാനെ തിരിച്ചടിക്കുക. ഇനിയൊരു വർഷം കൂടി യുദ്ധം നീണ്ടു നിന്നാലും ഒരിക്കൽ പോലും തിരിച്ചടിക്കില്ല. മാത്രമല്ല അമേരിക്കയോട് സഹായം തേടിയില്ല. ഇപ്പോഴത്തെ ഒരു യുദ്ധ സാഹചര്യത്തിൽ അമേരിക്കയെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് സൗദി അറേബ്യയും ഖത്തറും അവർ ഒഴിവാക്കാത്തത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. കാര്യം എന്ന് വെച്ചാൽ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും മറ്റൊരു രാജ്യത്ത് നിന്ന് ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുമാണ് അവരുടെ മേഖല ഒഴിഞ്ഞു കൊടുത്തത്. അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സൈനിക താവളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബേസ് കൊടുത്തത്. 100 കിലോമീറ്റർ ചുറ്റളവ് ഏകദേശം ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ സംരക്ഷണം അവർ വേണ്ട രീതിയിൽ ഉപയോഗിച്ചോ അല്ലെ സംരക്ഷിക്കപ്പെട്ടോ ഇല്ല. ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് നോക്കുകുത്തിയായി. അവരുടെ ഒരു സംവിധാനങ്ങളും പ്രവർത്തിച്ചില്ല. തങ്ങളുടെ രാജ്യത്ത് കൊണ്ടുപോയി ബോംബിട്ടു, ബിൽഡിംഗ് തകർന്നു, മരണമൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും അത് കൃത്യമായ രീതിയിൽ അതിൻ്റെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് തുർക്കിക്ക് സാധിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഖത്തർ രക്ഷപ്പെട്ടത്. അല്ല വലിയ രീതിയിലുള്ള മരണം ഉണ്ടാകുമായിരുന്നു. ഒരു ഹമാസിൻ്റെ നേതാവ് പോലും കൊല്ലപ്പെടാത്ത രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തുർക്കിക്ക് സാധിച്ചു എന്ന് ചുരുക്കം. അപ്പോൾ ഇതാണ് സ്ഥിതികൾ. അപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധം തുടരാൻ വേണ്ടി അമേരിക്കക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു സംവിധാനമില്ല. കാര്യം ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ യുദ്ധമല്ല, 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതോടുകൂടി ആരംഭിക്കപ്പെട്ട യുദ്ധത്തിൽ 100% അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നിലപാടിനെതിരെ ഉറക്കെ സംസാരിച്ച രാജ്യത്തിൻ്റെ പേരാണ് സൗദി അറേബ്യ. അതിൽ ആദ്യം തന്നെ പറഞ്ഞ ജോ ബൈഡൻ ഉള്ള സമയത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്തും പിന്നീട് ട്രംപ് പ്രസിഡൻ്റായ സമയത്തും രണ്ടുപേരും നേരിട്ട് കൊണ്ട് അപേക്ഷിച്ച ഒരു കാര്യമുണ്ട്. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിക്കണം. അവിടെ ഹൂത്തികൾ എന്ന് പറയുന്ന വിമതരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം. സൗദി അറേബ്യ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പിന്തുണ നൽകില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഹൂത്തികളെ ആക്രമിച്ചാൽ നിങ്ങൾക്ക് ജയിക്കാൻ പോലും സാധിക്കില്ല. ഒരു മുന്നറിയിപ്പ് കൊടുത്തു മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ്. ഹൂത്തികളുമായി നിങ്ങൾ യുദ്ധം ചെയ്ത് വിജയിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമെന്ന് കരുതണം. നിങ്ങൾ ജയിക്കാൻ കഴിയില്ല. മാത്രമല്ല ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണയില്ല. ചെങ്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന സൗദി അറേബ്യയോ UAEയോ ഈജിപ്തോ ബഹ്റൈനോ ബന്ധപ്പെട്ട രാജ്യങ്ങളോ ഒരാളും പിന്തുണ കൊടുത്തിട്ടില്ല. അപ്പോൾ ഒറ്റപ്പെട്ടുപോയി. ജോ ബൈഡൻ ഒറ്റപ്പെട്ടുപോയി. അതോടൊപ്പം തന്നെ
ട്രംപ് ഒറ്റപ്പെട്ടു. ഈ ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് ഈ അറേബ്യൻ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഞങ്ങൾ ഇതാ പിന്തുണ നൽകുന്നു, ഞങ്ങളുടെ സൈനികരെയും കൂടി ചേർത്ത് കൊണ്ടിട്ട് ഇറാൻ ആക്രമിക്കാൻ തയ്യാറാണെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? അത് പറയുന്നില്ല എന്നതിൻ്റെ കാരണം ലോകം മുഴുവനും പ്രതിസന്ധിയിലാകുന്ന ഒരു സ്ഥിതി അറേബ്യൻ രാജ്യങ്ങളും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ക്ഷമയോടുകൂടി നിൽക്കുക, പ്രതിരോധിക്കുക മാത്രം ചെയ്യുക. ഈ ഒരുപാട് മിസൈലുകളും കാര്യങ്ങളൊക്കെ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും മരണസംഖ്യ തീരെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടും അമേരിക്കയുടെ സാങ്കേതിക സംവിധാനം കേന്ദ്രീകരിച്ചുകൊണ്ടും അവർ താമസിക്കുന്ന ഇടം കേന്ദ്രീകരിച്ചുകൊണ്ടും മാത്രമാണ് ഇറാൻ ആക്രമിക്കുന്നത്. അറേബ്യൻ മേഖല തങ്ങളുടെ ലക്ഷ്യമല്ല. നിരപരാധികളോ രാജ്യത്തിലെ പൗരന്മാരോ ഞങ്ങളുടെ ലക്ഷ്യമല്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, എന്തെങ്കിലും വാർത്തകൾ ആരെങ്കിലും അഭിപ്രായം പറയുന്ന സമയത്ത് അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വാർത്ത എന്ന് പറഞ്ഞിട്ട് തായിബ ഉസ്താദെ അങ്ങനൊന്നും ആളുകളെ പറ്റിക്കാൻ പാടില്ല. കൃത്യതയോടുകൂടി മനസ്സിലാക്കണം. അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പരിശോധിച്ചാൽ ഒരുപാട് വാർത്തകൾ കിട്ടും. അത് BBC ആണെങ്കിലും റോയിറ്റേഴ്സ് ആണെങ്കിലും അൽ ജസീറ ആണെങ്കിലും ഇനി വെബ്സൈറ്റിൽ കയറിയാണെങ്കിലും ഇറാൻ്റെ സൈറ്റിൽ കയറിയാലും ഒക്കെ കിട്ടും. സൗദി അറേബ്യയുടെയും UAE സൈറ്റിൽ കയറിയാലും കിട്ടും. പരമാവധി വാർത്ത അവിടെ അഭിപ്രായങ്ങളും നിലപാടുകളൊക്കെ. അതിലൊന്നും ഇല്ലാത്തൊരു വാർത്ത സൗദി അറേബ്യയും UAEയും അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് ഇറാനെതിരെ യുദ്ധം നയിക്കുന്നു, നിങ്ങൾ പോകരുത്, നിങ്ങൾ ഇവിടെ നിൽക്കണം, യുദ്ധം മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ് എന്ന് പറയുന്നില്ല, കള്ളത്തരവും പൊള്ളത്തരവുമാണ്. അത്തരം കാര്യങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഉചിതമായിരിക്കുന്ന കാര്യം.